ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാമിനർ മഴ സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 10ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് പഠിക്കാൻ ഒരു മനോഹരമായ എന്നാൽ ഇന്നത്തെ കാലത്ത് അത്രയധികം സമകാലിക പ്രസക്തമായ ഒരു കഥയുണ്ട്. കാളിയത്ത് ദാമോദരൻ്റെ നരബലി എന്ന് പറയുന്ന മനോഹരമായ കഥ അല്ലേ? ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥസാധ്യത എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നരബലി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടി മനുഷ്യരെ ബലി കൊടുക്കുന്ന ചില ചടങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ നരബലി എന്ന് പറയുന്ന പാഠം കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പാഠഭാഗം കാളിയത്ത് ദാമോദരൻ എഴുതിയപ്പോൾ ഇത് അടയാളപ്പെടുത്തുന്നത് എന്തിലേക്കാണ് മക്കളെ? ഒരു മിഷൻ അല്ലെ, യന്ത്രവൽകൃത സമൂഹത്തിൽ ഇന്ന് റോബോട്ടിക്സ് ഒക്കെ കടന്നു വരുന്ന കാലഘട്ടമാണ്. ഇന്ന് നാനോ യുഗമാണ്, ജീനോമിക്സിൻ്റെ നാനോമിക്സിൻ്റെ യുഗമാണ്. ഇന്ന് റോബോട്ടിക്സ് കടന്നു വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് യന്ത്രങ്ങളെ ബലി കൊടുത്ത് മനുഷ്യൻ രക്ഷപ്പെടുന്ന ഈ സ്വാർത്ഥത നിറഞ്ഞ ടെക്നോളജിക്കലി നമ്മൾ ഉയർന്നു വന്ന ഈ കാലഘട്ടത്തിൽ നമ്മോട് സംവദിക്കുന്ന ഒരു പുതിയ കാലത്തിൻ്റെ കഥ പറയുന്ന ഒരു രീതിയാണ് നരബലി എന്ന് പറയുന്ന ഈ കഥയിൽ കാണാൻ സാധിക്കുക. നമ്മൾ ഓൾറെഡി കഥ പഠിച്ചു കഴിഞ്ഞവരാണ്. എന്നാലും SLC പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു പാഠഭാഗം നിങ്ങൾ കൃത്യമായി പഠിക്കുമ്പോൾ ഇവിടെ കൃത്യമായി പരാമർശിക്കുന്ന ഒരു ചാപ്റ്ററാണ് നരബലി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഒരു യന്ത്രത്തെ, ഒരു കമ്പ്യൂട്ടറിനെ ബഹിരാകാശ യാത്രയിൽ കുരുതി കൊടുത്തുകൊണ്ട് താൻ ഇരിക്കുന്ന ഇടത്തെ സംരക്ഷിക്കുന്ന മനുഷ്യൻ്റെ സ്വാർത്ഥ വിചാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ചാപ്റ്ററാണിത്. ഇന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ ആ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവൻ നടക്കുമ്പോൾ എന്തൊക്കെ അവൻ കുരുതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്ന, അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ കുരുതി കൊടുക്കുന്ന, രക്തസാക്ഷികളാക്കുന്ന, ബലി നൽകുന്ന യന്ത്രങ്ങൾ, അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവൻ്റെ മനോവിചാരങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന മനോഹരമായ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റെലവൻ്റായ ഒരു പാഠഭാഗമാണ് നരബലി. ഇപ്പം നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാം. സെറ്റല്ലേ മക്കളെ? ഈ ഒരു ക്ലാസ്സിലൂടെ ഈ പാഠഭാഗം സെറ്റാക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉഷാറ് മുന്തിരിക്ക, ഉഷാറ് നരിക്ക പറയുന്ന പോലെ നമ്മൾ സെറ്റാക്കി പഠിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് പോകാം. ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ നരേഷ് തൻ്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറുമായി സല്ലപിക്കുകയായിരുന്നു. മക്കളെ, ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? നരേഷാണ് ഇതിലെ കഥാപാത്രം. പിന്നെയോ കമ്പ്യൂട്ടറും നരേഷും ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ചാപ്റ്ററാണിത്. ഇപ്പോൾ എന്താണ് ബഹിരാകാശ പേടകം എന്ന് പറഞ്ഞാൽ? എന്താ അല്ലേ? റോക്കറ്റ് ആണോ? ബഹിരാകാശ പേടകം വെച്ചെന്താ? റോക്കറ്റിലെ പോവാം, നടുക്ക് വെച്ചത് വേർപിരിയും, പിന്നെ ബഹിരാകാശ പേടകം യാത്രയാവും സ്പേസിലേക്ക്, ബഹിരാകാശത്തിലേക്ക്. ഇവിടെ സൂര്യനിലേക്കൊരു യാത്ര നടത്തുകയാണ് നരേഷ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനും അവൻ്റെ കൂടെ ആ പേടകത്തിലൊരു കമ്പ്യൂട്ടറുമുണ്ട്. ഈ നരേഷും ഈ കമ്പ്യൂട്ടറും ബഹിരാകാശത്തിലേക്ക്, സൂര്യനിലേക്കൊരു യാത്ര നടത്തുകയാണ്. ഈ സൂര്യൻ്റെ ആ ഒരു സംക്രമണ ആ ഒരു ചരിത്രം പഠിക്കാൻ വേണ്ടി, ആ സ്പേസ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നരേഷും കമ്പ്യൂട്ടറും കൂടി ബഹിരാകാശ പേടകത്തിൽ സൂര്യനിലേക്കൊരു യാത്ര പോവുകയാണ് കഥയുടെ തുടക്കത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെ ആ ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് നരേഷും കമ്പ്യൂട്ടർ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ കമ്പ്യൂട്ടർ സംസാരിക്കുമോ സാറേ എന്ന് ചോദിക്കുന്നവരാണ് നിങ്ങൾ. ഇത് കഥയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് റോബോട്ടിക്സ് വരെയുണ്ട് അല്ലേ? റോബോട്ട് അത് സംസാരിക്കും. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും എന്താണ് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും ഇന്ന് ഒരുപാട് സമയം കാണാൻ സാധിക്കുന്നുണ്ട്. റോബോട്ടിക്സിനും ആ ഒരു വികാര വിചാരങ്ങളുണ്ട്. നിങ്ങൾ ഈ യന്ത്രൻ സിനിമ ഉണ്ട്, യന്ത്രൻ, അതിലൊക്കെ കാണുന്ന പോലെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന റോബോട്ടിക്സ് ഉണ്ട്. അതേപോലെ ഈ കമ്പ്യൂട്ടർക്ക് സംസാരിക്കാൻ അറിയാം. ഈ കമ്പ്യൂട്ടറുമായി ഇയാൾ സംസാരിക്കുകയാണ് നരേഷ്. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു അല്ലേ? മുമ്പ് കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ കീബോർഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോഴോ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ശബ്ദത്തിലൂടെ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി, മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ ഗൂഗിൾ അതിന് റിപ്ലൈ തരും. അതേപോലെ മെറ്റ അല്ലേ, AI, ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് പണ്ട് കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോഴോ
കമ്പ്യൂട്ടറിനോട് നമ്മുടെ ശബ്ദത്തിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ആരോ പറയുന്നത്, എഴുത്തുകാരൻ പറയുന്നത്. അത് തിരിച്ചു നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാനും കഴിയും. ഒരു മനുഷ്യനെ പോലെ കമ്പ്യൂട്ടർ തിരിച്ച് അത് നമ്മളോട് പറയുകയും ചെയ്യും. പണ്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ അടിച്ചു കൊടുക്കണം കീബോർഡിൽ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ സംസാരിച്ചാൽ മതി, തിരിച്ചത് അതുപോലെ നമ്മളോട് സംസാരിക്കും. അപ്പം ശാസ്ത്രം ഒരുപാട് പുരോഗതി പ്രാപിച്ചതിൻ്റെ വലിയ മാതൃക ഈ ഒരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തിരിച്ചു നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാൻ കഴിയും. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും എഴുതപ്പെട്ട വാക്കുകളേക്കാൾ നന്നായി തോന്നും, അല്ലേ? ശബ്ദം കുറച്ച് അരോചകമായ ഒരു ശബ്ദമായിരിക്കും, വലിയ കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എഴുതുന്നത് വായിക്കുന്നതിനേക്കാൾ സുഖമാണ് നമ്മൾ കൊടുത്ത കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് കമ്പ്യൂട്ടർ തരുന്ന ശബ്ദം കേൾക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശാസ്ത്രം ഒരുപാട് മാറി, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൂടി വരികയാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ തുടക്കഭാഗം എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിലൂടെ ഒരാളോട് മുഖാമുഖം സംസാരിക്കുകയാണെന്ന പ്രതീതി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്ന പോലെ, ഒരാളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ മനുഷ്യനായി ഇരിക്കുന്ന പോലെ പ്രതീകാത്മകമായ ഒരു സുഖം കിട്ടുമെന്നാണ് പറയണേ. എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തോന്നും. അതാണ് നരേശന് ഒരു ഹൃദയബന്ധം, ഒരു ആത്മബന്ധം കമ്പ്യൂട്ടറോട് തോന്നുന്നു. അവസാനം ഈ സൂര്യനിലേക്ക് ബഹിരാകാശ പേടകം അടുക്കുമെന്നാകുമ്പോൾ താൻ മരണപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് കമ്പ്യൂട്ടറിനെ നരേശ് അവിടേക്ക് തള്ളിവിട്ട് നരേശ് രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ യാത്രയിൽ മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു സുഹൃത്തായി നരേശിന് ആര് മാറി മക്കളെ? നമ്മുടെ കമ്പ്യൂട്ടർ മാറി എന്നാണ് പറയുന്നത്. ഇത് സുഖകരമായ ഒരു അനുഭവമാണ്. മനുഷ്യൻ്റെ അതേ ഹൃദയ വിചാരങ്ങളോടുകൂടി കമ്പ്യൂട്ടറോട് സംസാരിക്കുന്നത് ഒരു സുഖകരമായ അനുഭവമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുമ്പോൾ ഇത്തരമൊരു സൗകര്യം വളരെ ആവശ്യമാണല്ലേ എന്നാണ്. ഭൂമിയിൽ നിന്നും 14 കോടി കിലോമീറ്റർ, എത്രയോ കോടി കിലോമീറ്ററാണ് ഇവരുള്ളത്. ആരെ? കമ്പ്യൂട്ടറും നരേശുമുള്ളത്. അപ്പോൾ ഈ നരേശ് കമ്പ്യൂട്ടറോട് സംസാരിക്കുന്നത്, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ സുഖം കിട്ടുന്നത് വലിയ കാര്യമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് 14 കോടിയാണ് ഇവർ അകലെ നിൽക്കുന്നത്. അപ്പോഴും മനുഷ്യനെ പോലെ സംസാരിക്കുന്ന സുഖം നരേശിന് കമ്പ്യൂട്ടറോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നു എന്ന് പറയുന്നു. നരേശും കമ്പ്യൂട്ടറും തമ്മിൽ ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരേശ് ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, യെസ് ബോസ്, ഒന്നും മിണ്ടാതിരേടോ. ഇത്തരത്തിൽ കമ്പ്യൂട്ടർ നരേശും തമ്മിൽ ഒരുപാട് സംസാരങ്ങളുണ്ടാകും. നരേശ് സംസാരിക്കുമ്പോൾ കമ്പ്യൂട്ടർ പറയും, നരേശ് ഞാനൊന്ന് പറയട്ടെ, യെസ് ബോസ്, ഒന്നും മിണ്ടാതിരേടോ എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറും നരേശും ഒക്കെ ഒരുപാട് സൗഹൃദ സല്ലാപങ്ങളിലേക്ക് ആ ബഹിരാകാശ പേടകത്തിൻ്റെ യാത്രയിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ സംസാരിച്ച് ഒരു ഹൃദയബന്ധം, ആത്മബന്ധം, സൗഹൃദ ബന്ധം കമ്പ്യൂട്ടറും നരേശും തമ്മിൽ ഉണ്ടാവുകയാണ്. തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുമുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ സംസാരിക്കണം, ഏതൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടാകണം എന്നൊക്കെ. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കമ്പ്യൂട്ടറും തിരിച്ച് മറുപടി പറയുകയാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്താട്ടതൊക്കെ. പക്ഷേ ഈ സംവിധാനം മൂലം താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല, തൻ്റെ സഹപ്രവർത്തനമാണെന്ന തോന്നൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? തൻ്റെ മെഷീനോടല്ല, കമ്പ്യൂട്ടറോടല്ല താൻ സംസാരിക്കുന്നത്, മറിച്ച് എന്താണ്, ആ ഒരു മനുഷ്യനോടാണ് താൻ സംസാരിക്കുന്നത് എന്ന ചിന്തയാണ് നരേശിന് വരുന്നത്. ഒരു മനുഷ്യനോടല്ല താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറോടാണ് എന്ന ചിന്ത നരേശിന് വന്നിട്ടേ ഇല്ല. മറിച്ച് എന്താണ്, ഒരു മനുഷ്യനോട്, തൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനോട് സംസാരിക്കുന്നത് പോലെ ആർക്ക് തോന്നി? നമ്മുടെ നരേശിന് തോന്നി എന്ന് പറയുന്നു. ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേശ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട്, അല്ലേ? ഈ റോബോട്ടിക്കിന്, ഈ കമ്പ്യൂട്ടറിന്, ഈ സെറ്റപ്പിന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിനെ കമ്പ്യൂട്ടർ മനസ്സുകൊണ്ട്, നമ്മുടെ നരേശ് മനസ്സുകൊണ്ട് വണങ്ങിയിട്ടുണ്ട്. അത്രമാത്രം ആ നരേശിൻ്റെ യാത്ര എത്രയോ മാസങ്ങൾ നീളുന്ന യാത്രയാണ്. ഈ യാത്രയിൽ നരേശിന് ബോറടി മാറ്റാൻ ഈ കമ്പ്യൂട്ടർ വലിയ ഉപകാരമായിട്ടുണ്ട് എന്നാണ് പറയണേ.
ഇതുവരെയുള്ള യാത്രകളെല്ലാം സുഖകരമായിരുന്നു. നരേഷ് ആത്മകഥം പോലെ പറഞ്ഞു അല്ലേ. ഇതുവരെയുള്ള യാത്രയെല്ലാം നല്ല സുഖകരമായ യാത്രയായിരുന്നു നരേഷ് പറയുകയാണ്. ഇനി അങ്ങോട്ടും ഇതേപോലെ നല്ല യാത്രയായാൽ മതിയായിരുന്നു എന്ന് നരേഷ് ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്നു. യെസ് ബോസ്, കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു അല്ലേ. ഇതുവരെയുള്ള യാത്രകളെല്ലാം മനോഹരമായ യാത്രയായിരുന്നു നരേഷ് പറയുമ്പോൾ കമ്പ്യൂട്ടർ മറുപടി പറയാണ്, യെസ് ബോസ്, അങ്ങ് പറഞ്ഞ പോലെ തന്നെ മനോഹരമായ യാത്രയായിരുന്നു എന്ന് കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മടക്ക യാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങളെയെല്ലാം കിട്ടി. എല്ലാ വിവരങ്ങളും ഈ ഫ്ലോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അല്ലേ. ഇതുവരെ എല്ലാം നല്ല സുഖകരമായ യാത്രയായിരുന്നു. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയും സുഖകരമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആരെ? നമ്മുടെ നരേഷും കമ്പ്യൂട്ടറും. എല്ലാ ഇൻഫർമേഷനും കമ്പ്യൂട്ടറിന് പകർന്നു കൊടുത്തിട്ടുമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കണമെന്ന കാര്യങ്ങളും. ഇവയെല്ലാം നിൻ്റെ ഹാർഡ് ഡിസ്കിൽ എടുത്തോളൂ. ഇതും പറഞ്ഞ് നരേഷ് മുമ്പിലുള്ള ബട്ടണിൽ വിരലമർത്തി അല്ലേ. ഈ ഇൻഫർമേഷൻസ് എല്ലാം നിൻ്റെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് നരേഷ് ആ ബട്ടണിൽ വിരലമർത്തി. അപ്പോൾ നരേഷും കമ്പ്യൂട്ടറും തമ്മിലൊരു ഹൃദയബന്ധമുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമായി കാണുന്നത്. ഒരു നിമിഷത്തിനകം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു. വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു ഇത് അല്ലേ. പച്ച ബൾബ് പ്രകാശിച്ചു. എന്തുകൊണ്ടാണ്? ആ നരേഷ് കൊടുത്ത ഇൻഫർമേഷൻസ്, അറിവുകൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയണേ. വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് സൂചനയായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ ആ ഒരു വിവരശേഖരം ഇവിടെ സൂക്ഷിച്ചു വെച്ചു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെയുള്ള ആ പച്ച ബൾബ് കത്തിയത് എന്ന് പറയുന്നു. നരേഷ് കൊടുത്ത എല്ലാ ഉത്തരങ്ങളും, നരേഷ് കൊടുത്ത എല്ലാ വിധത്തിലുമുള്ള ഇൻഫർമേഷൻസും ആ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചു എന്നതിൻ്റെ അടയാളമാണ് ആ പച്ച നിറം. ഇത് അടുത്ത യാത്രയുടെ പരിപാടി. ഇതുപ്രകാരം വഴിയൊക്കെ നല്ലപോലെ അന്വേഷിച്ചു മനസ്സിലാക്കിക്കോളൂ. ഈ സൂചന അടുത്ത 24 മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളതാണ്. ഇനി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നത് അല്ലേ മക്കളെ. 24 മണിക്കൂറിനുള്ളിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് കമ്പ്യൂട്ടർ, അതാണ്. അല്ലെങ്കിൽ താൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കണമെന്ന് നരേഷും കൂടെയുള്ള സഹപ്രവർത്തകരും ചിന്തിക്കുമ്പോൾ അതാരും മനസ്സിലാക്കി തരികയാണ് മക്കളെ. നമ്മുടെ കമ്പ്യൂട്ടർ അതവിടെ സൂക്ഷിച്ചു വെച്ച് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. ഓക്കെ ബോസ് എന്ന് കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. ഇനിയുള്ള 24 മണിക്കൂർ ഏതൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന നിർദ്ദേശം കമ്പ്യൂട്ടറിന് നരേഷ് കൊടുക്കുകയാണ്. അതിന് മറുപടിയായി കമ്പ്യൂട്ടർ യെസ് ബോസ് എന്ന് പറയുകയും ചെയ്തു. വഴി കണ്ടെത്തി കഴിഞ്ഞാൽ വിവരം എന്നോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം അല്ലേ. ഇനി അങ്ങോട്ടുള്ള വഴി എന്തൊക്കെയാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഏത് വഴിയാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകേണ്ടത്, സൂര്യനിലേക്ക് പോകേണ്ടതെന്ന് നീ പറഞ്ഞു തരണം. പറഞ്ഞാൽ മാത്രം പോരാ, അത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണമെന്ന് ആര് പറയുകയാണ്? നമ്മുടെ നരേഷ് പറയുകയാണ്, സ്ക്രീനിൽ അത് എഴുതി കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത പടി നിർദ്ദേശങ്ങളും സൂചനകളും തരും. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന നിർദ്ദേശങ്ങളും സൂചനകളും തരുമെന്ന് പറയുന്നു. നരേഷ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ചു. അങ്ങനെ നരേഷ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുകയാണ്, ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. കാപ്പി നിറച്ച സഞ്ചിയിൽ വായി വെച്ചു. അങ്ങനെ നരേഷ് കാപ്പി കുടിക്കുകയാണ്. ഗുരുത്വാകർഷണ ശൂന്യമായ അവസ്ഥയിൽ കാപ്പി മൊത്തി കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിച്ചു അല്ലേ. അവിടെ ഗുരുത്വാകർഷണമുണ്ട് അല്ലേ. ന്യൂട്ടൺസ് ലോ ഇല്ലേ, ലോ ഓഫ് മോഷൻ ഇല്ലേ, അവിടെ ഗുരുത്വാകർഷണം പറയുന്നില്ലേ. അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ പറയുന്നത്. ആ കാപ്പി കുടിക്കുന്നതിന് പകരം ഇങ്ങനെ ഊതി ഊതി കുടിച്ചാൽ അതിങ്ങനെ പരന്നു പോകും അന്തരീക്ഷത്തിൽ, ഗ്രാവിറ്റി കൊണ്ട്. അതിങ്ങനെ പെട്ടെന്ന് കുടിക്കാനാണ് ശ്രമിച്ചത് നമ്മുടെ നരേഷ് ശ്രമിച്ചത്. സിപ്പ് ചെയ്യുന്നതിന് പകരം സക്ക് ചെയ്യണം അല്ലേ. സിപ്പ് എടുക്കുന്ന പകരം സക്ക്, പെട്ടെന്ന് അങ്ങ് കുടിച്ചെടുക്കണം, വലിച്ചെടുക്കണം കാപ്പി, എന്നാലും കുടിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള കാപ്പി കൂടി നരേഷിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാപ്പി അല്പാൽപമായി മൊത്തി കുടിക്കണം, എങ്കിലേ അതിൻ്റെ രസമുള്ളൂ അല്ലെ. കാപ്പി മെല്ലെ മെല്ലെ കുടിക്കണം, എന്നാൽ അത് സുഖമുള്ളൂ. പക്ഷേ നരേഷ് ആ കാപ്പി പെട്ടെന്ന് സക്ക് ചെയ്ത് പെട്ടെന്ന് വലിച്ചു കുടിക്കുകയാണ്. കാരണം ഗ്രാവിറ്റിയിൽ അങ്ങനെ കുടിക്കാൻ പറ്റില്ല ബഹിരാകാശത്തിൽ. എന്നാൽ അടുത്ത ഒരു 15 ദിവസം കൂടി നരേഷിന് ആ രസം അനുഭവിക്കാൻ കഴിയില്ല. അയാൾ ചുമലുകൾ പൊക്കി സഞ്ചിയിലുള്ള കാപ്പി വായിലേക്ക് വലിച്ചു. ഇനി 15 ദിവസം കൂടി അദ്ദേഹം എന്ത് ചെയ്യണം? ആ സ്പേസിൽ തന്നെ കഴിയണം. ആ 15 ദിവസം കൂടി അദ്ദേഹത്തിന് കാപ്പി കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെ സിപ്പായി കുടിക്കാൻ പറ്റില്ല. അദ്ദേഹം എവിടേക്ക് പോവുകയാണ് മക്കളെ? ആ സ്പേസിലേക്ക്, ബഹിരാകാശത്തിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ആരുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടറുമുണ്ട്. ബഹിരാകാശ പേടകത്തിൻ്റെ വാതായനത്തിലൂടെ, അതായത് ജനലിലൂടെ സൂര്യബിംബത്തെ കാണാമായിരുന്നു. ബഹിരാകാശ പടത്തിൽ നോക്കുമ്പോൾ ആരെ കാണാം?
സൂര്യനെ കാണാം. അപ്പോൾ സൂര്യനോട് അത്രയും അടുത്തെത്തി നിൽക്കുകയാണ് ആര്? കമ്പ്യൂട്ടറും നമ്മുടെ ബഹിരാകാശവും പിന്നെ നരേശും. അപ്പം അത്രയും അടുത്തെത്തി നിൽക്കുകയാണ് സൂര്യനോട്. സൂര്യനെ തൊട്ടടുത്ത് എത്തിയിരുന്നതിനാൽ ജനാലയ്ക്കടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു. അപ്പം നല്ല ചൂട് നിൽക്കുകയാണ്. ആ ചൂട് ഉള്ളിലേക്ക് കടക്കാത്ത വിധത്തിലാണ് ആ ബഹിരാകാശ പേടകത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് ആ ചൂടിൻ്റെ ബഹിരാകാശ പേടകം കത്തിപ്പോന്ന് വിചാരിക്കേണ്ട, നല്ല മെറ്റൽ കൊണ്ടാണ് ബഹിരാകാശ പേടകം സൃഷ്ടിച്ചത്. സൂര്യനെ തൊട്ടടുത്ത് എത്തിയിരുന്നതിനാൽ ജനാലയ്ക്കടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു. അപ്പം നല്ല സൂര്യപ്രകാശം, സ്വർണ്ണപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ആ സ്ഥലവും ചുറ്റുപാടും നിറയെ. ജനാല ചില്ലുകൾ കനത്ത കറുപ്പ് നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം ജനാലയ്ക്ക് കറുത്ത നിറമാണ്, അതുകൊണ്ട് സൂര്യനെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആ കറുപ്പ് നിറത്തിൽ സൂര്യനെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നു. ബോസ് കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേട്ടു. എന്താ? സൂചനകളിൽ എന്തോ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തെറ്റോ അല്ലേ? പെട്ടെന്ന് എന്തോ ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. കമ്പ്യൂട്ടർ എന്താണ് ആ നരേശിന് പുതിയ ഇൻഫർമേഷൻ കൊടുത്തു, പുതിയ അറിവ് കൊടുത്തു. എന്താ കൊടുത്തത്? ബോസ് കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേട്ടു. എന്താ? സൂചനകളിൽ എന്തോ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ തെറ്റുണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ. എന്ത് തെറ്റാണെന്ന് ചോദിച്ചു നരേശ്. അതെ, ഈ നിർദ്ദേശം അനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യൻ്റെ തൊട്ടടുത്ത് എത്തും. അപ്പോൾ മൂപ്പരുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും. കമ്പ്യൂട്ടർ പറയാണ്, ബോസ് അതായത് നരേശേ, നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്തോ തെറ്റുണ്ട്. നമ്മൾ ഈ ഒരു വഴി പോലെ പോയാൽ നമ്മൾ നേരെ സൂര്യനിലേക്ക് പോകും. സൂര്യൻ്റെ ഗുരുത്വാകർഷണം, സൂര്യനെല്ലാം വലിക്കുമല്ലോ, വലിച്ചെടുക്കും തന്നിലേക്ക്. അങ്ങനെ സൂര്യൻ നമ്മളെ ആ തീയിലേക്ക് വലിച്ചെടുത്ത് നമ്മൾ മരിച്ചു പോകുമെന്ന് കമ്പ്യൂട്ടർ ആർക്ക് മറുപടി കൊടുത്തു? നരേശിന് മറുപടി കൊടുത്തു. അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിൽ പെട്ടാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നില്ല എന്ന് കമ്പ്യൂട്ടർ നരേശിന് മറുപടി കൊടുത്തു. നമ്മുടെ ഈ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും, എല്ലാം കത്തി ഭസ്മമാകും അല്ലേ? പ്രിയപ്പെട്ട നരേശ് ബോസേ, നമുക്ക് കിട്ടിയ വഴി ഇൻഫർമേഷൻ തെറ്റായി പോയി. നമ്മൾ ഇതുവഴി പോയാൽ നമ്മൾ സൂര്യനിലേക്ക് ചെന്ന് എത്തിപ്പെടും. സൂര്യൻ്റെ ഗുരുത്വാകർഷണ ഫലമായി നമ്മൾ സൂര്യനിൽ വീണ് നമ്മൾ കത്തി ഭസ്മമാകുമെന്ന വലിയ അറിവ്, ജീവൻ രക്ഷിക്കാനുള്ള അറിവ് നമ്മുടെ കമ്പ്യൂട്ടർ ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ നരേശിന് കൊടുക്കുകയാണ്. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യൻ്റെ ഇത്ര അടുത്ത് പോയേ മതിയാവൂ അല്ലേ? നീ പറയുന്നത് ശരിയാണ്, നരേശ് കമ്പ്യൂട്ടറോട് പറയാണ്. പക്ഷേ നമുക്ക് സൂര്യൻ്റെ അടുത്ത് പോയേ പറ്റൂ. നമ്മുടെ ദൗത്യം അതാണ്, സൂര്യൻ്റെ അടുത്ത് പോയി അതിലെ കാഴ്ചകൾ ചിത്രീകരിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമുക്ക് പോയേ പറ്റൂ എന്ന് നരേശ് മറുപടി കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ കമ്പ്യൂട്ടറിന്. ജീവൻ രക്ഷിക്കാനുള്ള കമ്പ്യൂട്ടറിൻ്റെ ശ്രമത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ സ്വാർത്ഥത സംരക്ഷിക്കണമെന്ന, പോയ കാര്യം വിജയിക്കണമെന്ന മനുഷ്യൻ്റെ സ്വാർത്ഥത, കുടില ബുദ്ധി ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കും. എന്ന് വച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണോ അല്ലേ? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണോ നമ്മുടെ ആര് പറയുന്നത്? കമ്പ്യൂട്ടർ പറയുന്നത്. വഴിയൊക്കെ ഉണ്ടോ? നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ? വഴിയൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഭയമായി, മരിച്ചു പോകുമോ എന്ന ഭയം. കമ്പ്യൂട്ടർ പറഞ്ഞു നമ്മൾ രക്ഷപ്പെടുമോ, നമുക്ക് പിറകോട്ടേക്ക് പോവാം, ഇൻഫർമേഷൻ തെറ്റാണെന്ന് പറഞ്ഞു. ഇപ്പം നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വഴി ഉണ്ടടാ, നമുക്ക് രക്ഷപ്പെടാമെന്ന് നരേശ് മറുപടി കൊടുത്തു. എന്താ വഴി? കമ്പ്യൂട്ടർ അങ്ങോട്ടേക്ക് തള്ളിയിട്ടിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥത ഇവിടെ പറയുന്നത്. ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യാം അല്ലേ? കമ്പ്യൂട്ടർ ഇരുന്ന ഭാഗം ആ ഒരു സൂര്യനിലേക്ക് വിട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരുടെ പ്ലാന്. നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പ്രോഗ്രാം നിനക്ക് ഇതുവരെ തന്നിട്ടില്ല, നിനക്ക് ആ പ്രോഗ്രാം തന്നിട്ടില്ല. അത് തരാനാകുമ്പോൾ ഞാൻ പറയാമെന്ന് നരേശ് പറഞ്ഞു. ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യൻ്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും അല്ലേ? അതായത് ഈ സൂര്യൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണമായി മാറും. ഈ പേടകം 2 കഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെയുള്ള ഒരു പേടകമാണെങ്കിൽ ഓക്കെ, ഈ പേടകം ഇങ്ങനെയുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെയുള്ളൊരു പേടകം വിചാരിക്കുക, ഇങ്ങനെയുള്ളൊരു പേടകമാണ് വിചാരിക്കുക. ഈ പേടകം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 2 കഷ്ണങ്ങളായി മാറും. ഈ 2 കഷ്ണങ്ങളായി മാറുമ്പോൾ ഇത് ഒന്ന് ഇങ്ങോട്ടേക്ക് പോവും, ഒന്ന് അങ്ങോട്ടേക്കും പോവും അല്ലേ? ഈ പേടകം 2 കഷ്ണങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും ഭാരമുള്ള ഭാഗം സൂര്യനിലേക്ക് പോകും, ഭാരമില്ലാത്ത ഭാഗം പിറകോട്ടേക്ക് സഞ്ചരിക്കുമെന്ന് പറയുന്നു. എന്നിട്ടോ? കമ്പ്യൂട്ടർ ചോദിച്ചു, എന്നിട്ടോ? ഞാൻ
ആ ചെറിയ കഷ്ണത്തിലായിരിക്കും. ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം എന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും. അല്ലേ, ഞാൻ ആ ചെറിയ കഷ്ണത്തിലിരിക്കും കമ്പ്യൂട്ടറെ, എന്നെ ഭൂമിയിൽ നിന്ന് വരുന്ന പേടകം എന്നെ അതിലാക്കി സംരക്ഷിച്ച് എന്നെ തിരികെ കൊണ്ടുപോകും നരേഷ് പറഞ്ഞു. അപ്പോൾ ഞാനോ, കമ്പ്യൂട്ടർ ചോദിച്ചു, നിങ്ങൾ മാത്രമേ രക്ഷപ്പെടൂ, അപ്പം ഞാൻ രക്ഷപ്പെടില്ലേ, കമ്പ്യൂട്ടർ ചോദിച്ചു. അപ്പം ഞാനോ എന്ന് കമ്പ്യൂട്ടർ ചോദിക്കുകയാണ്. നീ വലിയ കഷ്ണത്തിൽ തന്നെയാവും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടറോട് നമ്മുടെ നരേഷ് പറയാണ്, ഒരു ഹൃദയത്തിൻ്റെ ഒരു നന്മയും ഇല്ലാതെ നരേഷ് പറഞ്ഞു, നീ ആ വലിയ കഷ്ണത്തിലുണ്ടാവും, നീ സൂര്യനിലേക്ക് വീണ് മരിക്കും അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ സംസാരിക്കുന്നിടയിൽ നരേഷ് സ്വയം നിർത്തി. നീ ആ ഭാഗത്തോടൊപ്പം സൂര്യൻ ലയിച്ചില്ലാതാകും എന്ന് പറയാൻ ആളുടെ നാവ് പൊങ്ങിയില്ല. അപ്പം നരേഷിനറിയാം ഈ കമ്പ്യൂട്ടറായിട്ടുള്ള ഹൃദയബന്ധത്തിൽ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിരുന്നു കമ്പ്യൂട്ടർ. പക്ഷേ നരേഷിന് മനുഷ്യൻ്റെ സ്വാർത്ഥതയുണ്ട്. അദ്ദേഹം പറയാണ്, നീ ഉള്ള വലിയ വെയിറ്റുള്ള ഭാഗം സൂര്യനിലേക്ക് വീഴും, ഞാൻ എന്താകും, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് ഇങ്ങനെ പോകും, മറ്റു പേടകത്തിലെന്ന് പറയുകയാണ്. ഇത്രയും ദിവസങ്ങളായി ഉണ്ടായ സമ്പർക്കത്തിലൂടെ അയാൾ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാണാൻ തുടങ്ങിയിരുന്നു. എന്നാൽ നീ മരിക്കുമെന്നൊരിക്കലും കമ്പ്യൂട്ടറോട് ആരും പറഞ്ഞില്ല, നമ്മൾ നരേഷ് പറഞ്ഞില്ല. കാരണം ഇത്രയുള്ള യാത്രയിൽ നരേഷിനൊരു ഹൃദയബന്ധം, ആത്മബന്ധം കമ്പ്യൂട്ടറുമായി ഉണ്ടായി കഴിഞ്ഞിരുന്നു എന്ന് അർത്ഥം. തുടക്കത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അയാൾ കമ്പ്യൂട്ടറിനെ വെറും ഒരു യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത്. ആദ്യം ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അയാൾ കമ്പ്യൂട്ടറിനെ യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ യാത്രാവേളയിൽ, മാസങ്ങളോളമുള്ള യാത്രയിൽ കമ്പ്യൂട്ടറിനെ തൻ്റെ സുഹൃത്തായി ആര് കാണുകയാണ്, നമ്മുടെ നരേഷ് കാണുകയാണ്. ഈ ഗവേഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചില അമാനുഷികരും ഉണ്ടെന്ന് അയാൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ വസ്തുത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തെറിച്ചു അല്ലേ. അദ്ദേഹം ഈ യാത്രയിൽ, ഈ കമ്പ്യൂട്ടറുമായുള്ള യാത്രയിൽ അദ്ദേഹം ഈ കമ്പ്യൂട്ടറുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. പക്ഷേ ഈ രക്ഷപ്പെടാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ കൊലക്ക് കൊടുക്കാനും ഇദ്ദേഹത്തിന് മടിയില്ല. പുതിയ മനുഷ്യൻ്റെ സ്വാർത്ഥത നരേഷിനും കാണാൻ സാധിക്കും. അതായത്, എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ, കമ്പ്യൂട്ടർ ചോദിച്ചു. എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ, കമ്പ്യൂട്ടർ ചോദിക്കുകയാണ് നരേഷിനോട്. സ്വാർത്ഥതയുള്ള മനുഷ്യനോടുള്ള ചോദ്യമാണിത്. ബലിയോ, നരബലി എന്ന പേര് നമ്മുടെ കഥയുടെ, ബലിയോ എന്ന് പറഞ്ഞാൽ എന്താ, നരേഷിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിൻ്റെ അർത്ഥം. നരേഷിന് മനസ്സിലായില്ല. എന്നെ ബലി കൊടുത്ത് രക്ഷപ്പെടുമെന്ന് കമ്പ്യൂട്ടർ നരേഷിനോട് ചോദിച്ചപ്പോൾ നരേഷിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ബലി എന്ന് പറഞ്ഞാൽ എന്താണ് നരേഷ് ചോദിച്ചു. ബലി എന്ന് പറഞ്ഞാൽ എന്താ നരേഷ് കമ്പ്യൂട്ടറോട് ചോദിച്ചു. കമ്പ്യൂട്ടറിന് എല്ലാ വിവരങ്ങളും അറിയാലോ. അപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞു, ഇല്ല, പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു, നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ അല്ലേ. പണ്ട് ബലി നടക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ഒരു സമൂഹത്തിൽ രക്ഷപ്പെടാൻ, ഒരു വീടിന് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി ബലി കൊടുക്കും മനുഷ്യരെയോ മൃഗങ്ങളെയോ. അതേപോലെ ഈ നരേഷ് രക്ഷപ്പെടാൻ വേണ്ടി, ശാസ്ത്രലോകത്തിന് വിവരങ്ങൾ സൂക്ഷിക്കാൻ, ശേഖരിക്കാൻ, വിജയിക്കാൻ വേണ്ടി ഈ ആത്മബന്ധമുള്ള കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചത്. ഇല്ല, നിനക്കറിയില്ലെങ്കിൽ പറയാം. പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പണ്ട് രാജ്യത്ത് എന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷാമമോ പ്രശ്നങ്ങളോ വന്നാൽ അതിനെ പരിഹരിക്കാൻ ബലി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ തൻ്റെ നിർവികാര സ്വരത്തിൽ മെമ്മറിയിലുള്ള വിവരങ്ങൾ നൽകി. ഇപ്പോൾ കമ്പ്യൂട്ടർ തൻ്റെ സ്വരത്തിൽ കമ്പ്യൂട്ടറിനുള്ളിൽ വിവരങ്ങൾ നൽകാൻ തുടങ്ങി. അതിൻ്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേഷിന് തോന്നി അല്ലേ. കമ്പ്യൂട്ടർ വിറക്കുന്ന സ്വരത്തോടു കൂടി നരേഷിനോട് പറയുകയാണ്, വെറുതെ ഒരു തോന്നൽ മാത്രമെന്ന്. എന്താ പറയുന്നത്? സത്യമായും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലേ. സത്യമായും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് ചോദ്യമാണ്. ഇപ്പം കമ്പ്യൂട്ടർ പറയുകയാണ് ഉണ്ടായിരുന്നു. നരേശൻ അത്ഭുതമാണ്. ബലി എന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നു എന്ന് നരേശൻ്റെ ചോദ്യത്തിന് കമ്പ്യൂട്ടർ പറഞ്ഞു, ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ബലി വരുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബലി അർപ്പിക്കപ്പെടുന്ന യുവാവ് അല്ലേ, ആ ബലി അർപ്പിക്കുന്ന ആ മരിച്ചു വീഴുന്ന യുവാവോ എന്ന ചോദ്യം ചോദിച്ചു നരേഷ്. അയാൾ മൂകനായി മരണത്തിന് മുമ്പിലേക്ക് നടന്നു പോകുന്നുവെന്നോ? അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ഓടി രക്ഷപ്പെടാൻ നോക്കില്ലേ അയാൾ? നരേഷ് ചോദിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ ബലി നൽകുമ്പോൾ ഈ ബലി നൽകുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? അയാൾ എന്തിനാണ് കൊല്ലുന്നതെന്ന് നരേഷ് ചോദിച്ചു. ഈ ചോദ്യം പ്രസക്തമല്ലേ? ഈ നരേഷിനെ രക്ഷപ്പെടാൻ വേണ്ടി, ഈ ശാസ്ത്രലോകത്ത് വിജയിക്കാൻ വേണ്ടി ഈ കമ്പ്യൂട്ടറിനെ ആ സൂര്യനിലേക്ക് വലിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നരേഷ് ചോദിക്കുകയാണ്, ഈ ബലി അർപ്പിക്കപ്പെടുന്ന ആൾക്ക് രക്ഷപ്പെടണ്ടേ എന്ന്. എങ്ങനെ? അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വെലിഞ്ഞ് കെട്ടിയിരിക്കും, അല്ല ബലമുള്ള കയറുകൊണ്ട് അയാളെ വെലിഞ്ഞ് കെട്ടിയിരിക്കും, എന്നിട്ടാണ് ബലി എന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ. അയാളുടെ കാലുകൾ
ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും. മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുമ്പിലുണ്ടാവില്ല. അപ്പം മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുമ്പിൽ ഉണ്ടാകില്ല എന്നാണ് കമ്പ്യൂട്ടർ ആരോട് പറയുന്നത്? നമ്മുടെ നരേശനോട് പറയുന്നത്. മരണമല്ലാതെ മറ്റൊന്നും തന്നെ അയാളുടെ മുമ്പിലില്ല എന്ന ചോദ്യമാണ് കമ്പ്യൂട്ടർ നരേശനോട് പറയുന്നത്. എന്തു പറയണമെന്നറിയാതെ നരേശ് പരുങ്ങി. നിന്റെ പേര് നരേശ് എന്നല്ലേ? നരേശ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നരേശ് എന്ന് പറഞ്ഞ രാജാവാണ്. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെ ബലി കൊടുക്കും. അതേപോലെ നരേശ് എന്ന പേരുള്ള ഈ വ്യക്തിയുടെ അർത്ഥം രാജാവ് എന്ന. ഈ രാജാവ് എന്ന പേര് അർത്ഥമുള്ള ഈ വ്യക്തി ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന അറിവ് കമ്പ്യൂട്ടർ നരേശിന് പറഞ്ഞു കൊടുക്കുകയാണ്. നരേശിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. അയാൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നരേശിന് മനസ്സിലായി, കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കുന്നു തന്നെ ബലി കൊടുത്താണ് നരേശ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന കാര്യം. കമ്പ്യൂട്ടർ വെറുമൊരു യന്ത്രം. നിർദ്ദേശിക്കപ്പെട്ട വിധം കണക്കുകൾ കൂട്ടുന്ന ഒന്ന്. ഇപ്പോൾ അതിന് സംസാരശേഷി കിട്ടി എന്നതുകൊണ്ടെന്താ? സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് പുറമെ അതേ സന്ദേശം അത് വാക്കാൽ തരുകയും ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതിന് സ്വന്തം ബുദ്ധിയില്ല, വികാരങ്ങളില്ല. എന്താ പറയണേ? അതായത് കമ്പ്യൂട്ടർ വെറുമൊരു യന്ത്രം മാത്രമല്ലേ? ആ യന്ത്രമായ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കമ്പ്യൂട്ടറിനെ ബലി കൊടുത്തുകൊണ്ട് ശാസ്ത്രലോകം, മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രക്ഷപ്പെടാൻ പോകുന്നു എന്നതാണ് ഒരു ഉപകാരപ്രദം, അല്ലെങ്കിൽ ഒരു ഉപമ എന്ന രീതിയിൽ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വികാരങ്ങളില്ലാത്ത കമ്പ്യൂട്ടറിനെ ബലി കൊടുത്തുകൊണ്ട് മനുഷ്യൻ സ്വാർത്ഥതയുടെ മേൽ രക്ഷപ്പെടാൻ പോകുന്ന വലിയ ചിന്തയാണ് ഈ പാഠവൻ നമുക്ക് തരുന്നത്. അപ്പോൾ പിന്നെ തന്നെപ്പറ്റി നരേശ് എന്നാൽ രാജാവ്, നിൻ്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു എന്നൊക്കെ വികാരക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നത് എങ്ങനെ? അത് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ? അല്ലേ? വിചാരങ്ങളില്ല എന്നാണ് വിചാരിച്ചത് കമ്പ്യൂട്ടർ. പക്ഷെ അതിന് വിചാരങ്ങളുണ്ട്, ചിന്താധാരകളുണ്ട്. അതിനെയും കൂടി മനുഷ്യൻ ഇല്ലാതാക്കുന്നു എന്ന ചിന്ത ഇവിടെ പ്രകടമായി കടന്നു വരുന്നു. സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? അല്ലെ? വിചാരങ്ങളില്ലാത്ത കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതെന്ന് നരേശ് ചിന്തിക്കുകയാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലായി മരിക്കാൻ പോവുകയാണ് എന്ന കാര്യം. കമ്പ്യൂട്ടറിനും ശാസ്ത്രലോകത്തിനും വികാരങ്ങളുണ്ട് എന്നിവിടെ പ്രകടമായി പറയുന്നു. മരണത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം അതിനുണ്ടായിരിക്കണം. അല്ലേ? സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധം, താൻ എന്താണ്, താൻ ആരാണ് എന്ന ബോധം കമ്പ്യൂട്ടറിനുണ്ട് എന്നാണ് പറയുന്നത്. അത് തത്സമയം ഉണ്ടായിട്ടുണ്ടാവുമോ? അല്ലെ? തത്സമയം താൻ ആരാണ് എന്ന ബോധം അതിനുണ്ട്. അതാണ് ഇവിടെ പ്രകടമായി പറയുന്നത്. അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു. അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ സംസാരത്തിൽ ഒരു പരിഹാസം ഉണ്ടായിരുന്നു. എന്താ പരിഹാസം? ഈ മനുഷ്യൻ ഇത്രയൊക്കെ നേടിയിട്ടും ഇവൻ എല്ലാ വിധത്തിലുള്ള അറിവും ഉപകാരവും കൊടുത്ത എന്നെ, ശാസ്ത്രത്തെ എന്തിനാണ് ബലി കൊടുത്ത് രക്ഷപ്പെടുന്നത്? മനുഷ്യൻ തീർത്തും സ്വാർത്ഥനാണല്ലോ, മടിയനാണല്ലോ എന്ന കാര്യമോർത്ത് കമ്പ്യൂട്ടറിൻ്റെ പരിഹാസമുണ്ട് എന്നാണ് പറയണേ. ഇതിൻ്റെ അർത്ഥം അതിന് തൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ബോധമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഐഡൻറ്റിറ്റി, അസ്തിത്വം, തൻ്റെ ഉള്ളിലെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച് കമ്പ്യൂട്ടർ ബോധമുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തുകൂടുന്നുണ്ടോ? അല്ലേ? ആ കമ്പ്യൂട്ടർ രക്ഷപ്പെടാൻ വേണ്ടി കമ്പ്യൂട്ടർ ചിലപ്പോൾ ഈ നരേശിനെ തള്ളിവിടേണ്ട ആവശ്യമുണ്ടാവോ എന്ന് നരേശ് ചോദിക്കുകയാണ്. ബഹിരാകാശ പേടകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയാലോ? ഒരു വേള പേടകം 2 കഷ്ണങ്ങളായി വിഘടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ തന്നെ അപായപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ബഹിരാകാശ പേടകം 2 കഷ്ണങ്ങളാവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന സംശയം ആർക്ക് വന്നു? കമ്പ്യൂട്ടറിനോട്. നമ്മുടെ നരേശിന് വന്നു. അങ്ങനെ സംഭവിച്ചാൽ ഈ ബഹിരാകാശ വാഹനം മുഴുവനായും സൂര്യൻ്റെ ഭക്ഷണമായി പോകും. ഒരുപക്ഷെ കമ്പ്യൂട്ടർ എന്നെ ചതിക്കുമോ? എന്നെയും കൊന്ന് എന്നെയും എടുത്ത് കമ്പ്യൂട്ടർ അവിടേക്ക് പോകുമോ? ഈ ബഹിരാകാശ പേടകം സൂര്യനിൽ വീണ് ഞാൻ മരണപ്പെടുമെന്ന സംശയം, ആശങ്ക, ആകുലത ആർക്ക് വന്നു? നരേശിന് വന്നു എന്ന് കാണാൻ സാധിക്കും. എന്നെ ബലി കൊടുക്കും അല്ലേ? എന്നാൽ എന്നോടൊപ്പം നീയും മരിക്ക്. നരേശ് വിയർത്ത് കുളിച്ചു പോയി. എന്തു ചെയ്യണം? അല്ലേ? കമ്പ്യൂട്ടർ പറയാം, എന്നെ നീ ബലി കൊടുക്കും അല്ലേ, നീയും മരിക്കുക എന്ന് കമ്പ്യൂട്ടറെ നരേശിനോട് പറയാൻ തുടങ്ങി. നരേശ് വിയർത്ത് കുളിച്ചു പോയി. എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടണോ? പക്ഷേ അതിനും കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ടി വരും. അല്ലേ? ഭൂമിയിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അതിനും കമ്പ്യൂട്ടർ സഹായം വേണം. പക്ഷെ കമ്പ്യൂട്ടർ ഇപ്പോൾ സഹായിക്കേണ്ട മനസ്സിലല്ല. കമ്പ്യൂട്ടർ നരേശിനും കൂടി കൊല്ലേണ്ട മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ? അല്ലെ? കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് നരേശ് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഈ വാഹനം അതിൻ്റെ വഴിയെ പോകില്ല. അതിന് കഴിയില്ല. അല്ലേ? അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു വയറ് കട്ട് ചെയ്താൽ
ഈ വാഹനം അതിൻ്റെ വഴിക്ക് പോകില്ല എന്നും നരേശിന് അറിയാം. എന്തു ചെയ്യണമെന്നറിയാതെ നരേശ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മക്കളെ. എന്തു ചെയ്യണമെന്നറിയാതെ നരേശ് കുഴങ്ങി. ഒന്ന് ചെയ്യാം, തൻ്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വയ്ക്കാം. എങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപകട സൂചനകളോ ഭൂമിയിൽ നിന്നെത്തുന്ന സന്ദേശങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കേൾക്കുന്ന ആ ഒരു ഭാഗം ഓഫാക്കി വെച്ചാലോ എന്ന് നരേശ് ചിന്തിക്കുകയാണ്. ഈ കേൾവി തരുന്ന ഭാഗം ഓഫാക്കി വെച്ചാൽ രക്ഷപ്പെടാലോ എന്നറിയ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ചെയ്താൽ ഭൂമിയിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നരേശ് മനസ്സിലായി. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തിരിച്ചറിയിലേക്ക് നരേശ് എത്തുകയാണ്. വാഹനത്തിൻ്റെ മുൻഭാഗം വിഘടിച്ച് 2 കഷ്ണങ്ങളും 2 ദിശകളിലേക്ക് പോകാൻ ഇനിയും 24 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അല്ലേ. വാഹനത്തിൻ്റെ മുൻഭാഗം വിഘടിച്ച് 2 കഷ്ണങ്ങളും 2 ദിശകളിലേക്ക് പോകാൻ ഇനിയും 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഈ വാഹനം 2 കഷ്ണങ്ങളാക്കിയാൽ മതി. എന്നിട്ട് നരേശ് പിൻഭാഗത്തേക്ക് പോവുക. ഈ കമ്പ്യൂട്ടറിലെ ഈ വെയിറ്റുള്ള ഭാഗം എന്താണ് ആ സൂര്യനിലേക്കും പോവുക. അതിന് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും താൻ ചെയ്യണമെന്ന് നരേശ് തീരുമാനിച്ചു. വരുന്നത് വരട്ടെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം. അത്തരമൊരു സന്ദർഭം ഉണ്ടായാൽ അപ്പോൾ നോക്കാം. നരേശ് ഒടുക്കം ഇത്തരമൊരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നരേശ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ നിയന്ത്രിച്ച് ദൃഢചിത്തനായി അയാൾ കൺട്രോൾ റൂമിലേക്ക് നടന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയപട്ടിക അനുസരിച്ച് നരേശ് തൻ്റെ ജോലികളിൽ വ്യാപൃതനായി. എന്നാൽ മുമ്പത്തെ പോലെ കമ്പ്യൂട്ടറുമായി ഇടയ്ക്കിടെ സംസാരിക്കുന്ന ശീലം മാത്രം നിർത്തിവെച്ചു. എന്നാൽ കമ്പ്യൂട്ടറുമായി മുമ്പത്തെ പോലെ സംസാരിക്കുന്ന രീതി നരേശ് നിർത്തിവെച്ചു. നരേശ് എന്തെങ്കിലും പോം വഴിയിൽ രക്ഷപ്പെടേണ്ട വഴി നോക്കുകയാണ്. ഈ കമ്പ്യൂട്ടറിൽ നിന്നും നരേശ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുകയുണ്ടായിരുന്നു. യാതൊന്നും സംഭവിച്ചിട്ടില്ലാതെന്ന പോലെ നരേശ് കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ അനുസരിച്ചു കൊണ്ടേയിരുന്നു. കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നരേശുമായി നടത്തിയ സംഭാഷണം വെറും ഭാവനാവിലാസം മാത്രമാണോ? കൂടുതൽ ചിന്തിക്കാൻ നരേശിന് സമയമില്ലായിരുന്നു. ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ട പോലെ ചെയ്തു തീർത്തു. ആവശ്യമായ കുറിപ്പുകൾ എടുത്തു. അപ്പോൾ അങ്ങനെ നരേശ് തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണ്. എങ്ങനെയൊക്കെ ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന ചിന്തയിലേക്ക് നരേശ് എത്തുകയാണ്. ഇടയ്ക്കിടെ അയാളുടെ ദൃഷ്ടി മുമ്പിലുള്ള പ്ലേറ്റിൽ പതിയുന്നുണ്ടായിരുന്നു. വാഹനം നിർദ്ദിഷ്ട മാർഗത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു കുഴപ്പവും കാണാനായില്ല. എല്ലാം പൂർവ്വനിശ്ചയമനുസരിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. അയാൾ നോക്കി നിന്നു, വാഹനത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ. അയാൾ നിശ്ചയിച്ച പോലെ തന്നെയാണ് വാഹനം മുമ്പോട്ട് പോകുന്നത്. അപ്പം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമേ ആർക്കുള്ളൂ? നരേശിനുള്ളൂ. അവസാനം ആ സമയമെത്തി അല്ലേ. ഈ വാഹനം 2 കഷ്ണങ്ങളാക്കേണ്ട സമയമെത്തി. ബഹിരാകാശ വാഹനം 2ആയി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേശ് കമ്പ്യൂട്ടറിന് നൽകിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ബഹിരാകാശ പേടകം 2 കഷ്ണങ്ങളാക്കി മാറ്റണം. അതിനുള്ള നിർദ്ദേശം കമ്പ്യൂട്ടറിന് ആര് കൊടുത്തു? നരേശ് കൊടുത്തു. അവയെല്ലാം അക്ഷരം പ്രതി ഉൾക്കൊണ്ട് എന്നതിൻ്റെ തെളിവിനായി കമ്പ്യൂട്ടർ 2 തവണ ബീപ്പ് ബീപ്പ് എന്ന ശബ്ദമുണ്ടാക്കിയല്ലേ. നമ്മൾ ഈ ബീപ്പ് ബീപ്പ് എന്ന ശബ്ദമുണ്ടാക്കുക. അത് നരേശ് പറഞ്ഞു കമ്പ്യൂട്ടറോട്, ഇതാ 2 കഷ്ണമാകേണ്ട സമയമായി, നീ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നരേശ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് കമ്പ്യൂട്ടർ എന്ത് ചെയ്തു മക്കളെ? ബീപ്പ് ബീപ്പ് എന്ന ശബ്ദമുണ്ടാക്കി. അടുത്ത 5 നിമിഷങ്ങൾക്കകം പേടകം 2ആയി വേർപെടും. നരേശ് കൺട്രോൾ റൂമിൽ അവസാനമായി ഒന്ന് കണ്ണോടിച്ചു. എല്ലാം വ്യവസ്ഥിതമായി തന്നെ നടക്കുകയായിരുന്നു. 4 മിനിറ്റ് ബാക്കി, അല്ലെങ്കിൽ 4 മിനിറ്റ് ബാക്കി. അതായത് അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഈ ബഹിരാകാശ പേടകം എന്തായി മാറും മക്കളെ? ഈ ബഹിരാകാശ പേടകം എവിടേക്ക് പോകും? ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഈ ഒരു സൂര്യനിലേക്ക് എത്തിച്ചെല്ലും. അതിനുള്ളിൽ 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം നരേശ് ചിന്തിക്കുകയാണ്. നരേശ് കസാരയിൽ നിന്ന് എഴുന്നേറ്റു. അടുത്ത 3 മിനിറ്റിനുള്ളിൽ അയാൾക്ക് വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു. അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റിൻ്റെ ബക്കിൽ അയാൾ തിടുക്കത്തിൽ ഊരി മാറ്റി. അങ്ങനെ ബാക്കിയുള്ള 3 മിനിറ്റിൽ അയാൾ ആ ബെൽറ്റ് ഊരി മാറ്റിയിട്ട് പിറകോട്ടേക്ക് പോയി. കാരണം വാഹനം 2 കഷ്ണമായി മാറണ്ടേ. ഒരു കഷ്ണം സൂര്യനിലേക്കും മറ്റൊരു കഷ്ണം പിറകോട്ടേക്കും. ആ സൂര്യനിലേക്ക് പോകുന്ന കഷ്ണത്തിൽ കമ്പ്യൂട്ടർ ഉണ്ടാകും. അയാൾ കാലുകൾ ഉയർത്തി നോക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുകയാണെന്ന് അപ്പോൾ അയാൾക്ക് മനസ്സിലായി. കാലെവിടെയോ സ്റ്റക്കായി നിന്നു നരേശിൻ്റെ. അയാളുടെ വായിൽ നിന്ന് അസ്ഫുടമായ ശബ്ദത്തിൽ ഒരു നിലവിളി പൊങ്ങി പുറത്തു വന്നു. അയാൾ ടെൻഷനായി. ഗുരുത്വാകർഷണരഹിതമായ പരിസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി തൻ്റെ ബൂട്ടുകൾക്കിടയിൽ തറച്ചു വെച്ചിരുന്ന കാന്തം മൂലമാണ് തനിക്കിങ്ങനെ തോന്നുന്നതെന്ന് അയാൾക്ക് അടുത്ത നിമിഷം ഓർമ്മ വന്നു. ശക്തിയോടെ അയാൾ കാലുകൾ ഉയർത്തി. നടക്കുന്ന സൗകര്യത്തിന്
വേണ്ടി കാലുകൾക്കടിയിൽ കാന്തം വെച്ചിരുന്നു. അതുകൊണ്ടാണ് കാലുടക്കിപ്പോയത്. അതിൽ ശക്തമായി വലിച്ചെടുത്തു കാല്. ഭാഗ്യം, കാലുകൾ സ്വതന്ത്രമായി. 2 മിനിറ്റ് അവശേഷിച്ചു. 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി സൈറൻ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. സൈറൻ വന്നു, ഊന്ന് സൈറൻ വന്നു അല്ലേ. ആ സൈറനിലൂടെ എന്താണ്, ആ സൈറൻ വന്ന ശേഷം 2 മിനിറ്റ് ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ആ രണ്ടാമത്തെ 2 കഷ്ണങ്ങളാക്കി ആ ഒരു പേടകം മാറണമെന്ന് നരേഷ് മനസ്സിലാക്കി. അയാൾ എങ്ങനെയോ കൺട്രോൾ റൂമിൻ്റെ വാതിൽക്കലെത്തി. 1 മിനിറ്റ് ബാക്കി. ഇനി ഒരേ 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു. നരേഷ് സർവ്വശക്തിയും സംഭരിച്ച് തൻ്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീന്തി അയാൾ വാഹനത്തിൻ്റെ പിൻവശത്തെത്തി. അങ്ങനെ ഈ വാഹനം 2 കഷ്ണങ്ങളായി മാറാൻ പോവുകയാണ്. 2 കഷ്ണങ്ങൾ. ഒരു കഷ്ണം ഇതാണ്, ആ കമ്പ്യൂട്ടറുള്ള ഭാഗം എന്താണ്, സൂര്യനിലേക്ക് പോകും. കമ്പ്യൂട്ടറുള്ള ഭാഗം സൂര്യനിലേക്ക് പോകണം. രണ്ടാമത്തെ കഷ്ണം ഇതാണ് മക്കളെ. രണ്ടാമത്തെ കഷ്ണം ഈ നരേഷ് ഉള്ള ഭാഗമാണ്. ഇത് പിറകോട്ട് ഭൂമിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നരേഷ് എന്തു ചെയ്യുകയാണ്, ആ പിറകോട്ടെ ഭാഗത്തേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്ന് അടഞ്ഞു. അയാൾ ചെറുതായി ഞെട്ടിപ്പോയി. വാതിലടഞ്ഞു, അയാൾ ഞെട്ടിപ്പോയി. വാഹനം 2ആയി വിഘടിച്ച് തുടങ്ങിയിരുന്നു. വാഹനം 2ആയി കഷ്ണമാകാൻ തുടങ്ങി. ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ക്രീനിൽ അയാൾക്ക് അതിൻ്റെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. ആ സ്ക്രീനിൽ വാഹനം 2 കഷ്ണങ്ങളാകുന്ന ചിത്രം ആര് കണ്ടു മക്കളെ? നരേഷ് കണ്ടു. മുൻഭാഗം അതിവേഗം സൂര്യാമുഖമായി പോയിക്കൊണ്ടിരുന്നു. മുൻഭാഗം കമ്പ്യൂട്ടറുള്ള ഭാഗം സൂര്യൻ്റെ നേർക്ക് പോയി. അതിൻ്റെ റിയാക്ഷൻ മൂലം നരേഷ് ഉണ്ടായിരുന്ന പിൻവശം പതുക്കെ സൂര്യനിൽ നിന്ന് അകലുകയായിരുന്നു. പിറകോട്ടേക്കും ആ വാഹനം പോയി. അതായത് താൻ ജയിച്ചു, മനുഷ്യൻ ജയിച്ചു, മനുഷ്യൻ്റെ സ്വാർത്ഥത ജയിച്ചു, സയൻസ് ജയിച്ചു. മനുഷ്യൻ സ്വാർത്ഥത മൂലം കമ്പ്യൂട്ടറിനെ ബലി കൊടുത്തുകൊണ്ട് സൂര്യനിലേക്ക് അവൻ രക്ഷപ്പെടുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. കമ്പ്യൂട്ടർ സുഹൃത്തിനെ ബലി കൊടുത്തുകൊണ്ട്, കമ്പ്യൂട്ടറിനെ ബലി കൊടുത്തുകൊണ്ട് നമ്മുടെ മനുഷ്യൻ നരേഷ് രക്ഷപ്പെട്ടിരിക്കുന്നു. നരേഷിൻ്റെ വായിൽ ഒരുതരം കയ്പുരസം അനുഭവപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ നിശബ്ദം ആത്മബലി നടത്തിയിരിക്കുന്നു അല്ലേ. നരേഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കമ്പ്യൂട്ടർ എന്ത് ചെയ്തു? ആത്മബലി കൊടുത്തു. സൗരോഷ്മാവിൽ ഭസ്മമായി മാറുന്നതിന് മുമ്പ് അതിനോട് 2 വാക്ക് സംസാരിക്കുവാനുള്ള മോഹം നരേഷിൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുമായിരുന്നു. നരേഷ് മൈക്കിൻ്റെ അടുത്തേക്ക് ഓടി. അല്ലേ, 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ റേഡിയോ സന്ദേശം കൊടുക്കുക കമ്പ്യൂട്ടറിനോട്. അപ്പോൾ നരേഷ് വേഗം പോയിട്ട് ഒരു സന്ദേശം കൊടുക്കാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ ഇതാ തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യനിലേക്ക്. അപ്പം ആ കമ്പ്യൂട്ടറിന് നന്ദി വാക്ക് പോലെ നരേഷ് ഒരു വാക്ക് പറയാൻ പോവുകയാണ്. ഹലോ. കമ്പ്യൂട്ടറുമായി സമ്പർക്കം സ്ഥാപിക്കുവാനുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനും കമ്പ്യൂട്ടർ തിരിച്ച് മറുപടി പറഞ്ഞു, ഹലോ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം കേൾക്കാറായി. ഹലോ, ഞാൻ നരേഷാണ്. നിനക്ക് 5 മിനിറ്റ് കൂടി, അതായത് നിനക്ക് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നീ ഇപ്പോൾ സൂര്യനിലേക്ക് പോകുമെന്ന് നരേഷ് പറഞ്ഞു കമ്പ്യൂട്ടറോട്. അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേർന്നില്ലാതാവുമെന്ന് എനിക്കറിയാമെന്ന് കമ്പ്യൂട്ടർ മറുപടി കൊടുത്തു. കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം അതീവ നിർവികാരമായിരുന്നു. വികാരമില്ലാതെയായിരുന്നു കമ്പ്യൂട്ടർ മറുപടി കൊടുത്തത്. ഓ, നിനക്കറിയാമല്ലേ, നിനക്കൊന്നും തോന്നുന്നില്ലേ, നീ എന്ന് നരേഷ് മറുപടി പറഞ്ഞു. ഞാൻ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത് അല്ലേ. കമ്പ്യൂട്ടർ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തതെന്ന് ചോദിച്ചില്ലേ. കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു, അതെ എന്ന് ആര് പറഞ്ഞു? നരേഷ് പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞു, എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അല്ലേ. രാജാവ് ബലി കൊടുക്കുന്ന ആളെ കെട്ടിയിട്ടിട്ടല്ലേ ബലി കൊടുക്കുക. അതേപോലെ കമ്പ്യൂട്ടറിനെ നരേഷ് കെട്ടിയിട്ടിരുന്നു എന്നാ പറയുന്നത്. എങ്ങനെ കെട്ടിയിരുന്നു? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണ് ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. ചങ്ങലയോ? എന്തു ചങ്ങല? നരേഷ് മറുപടി പറഞ്ഞു, ഈ ചങ്ങല തന്നെ, മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം എന്ന ചങ്ങല അല്ലേ. നരേഷ് കമ്പ്യൂട്ടറിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഇവിടെ ആദ്യം രക്ഷിക്കേണ്ടത് മനുഷ്യനെയാണ്, യന്ത്രത്തെയല്ല. ആ ഇൻഫർമേഷൻ്റെ ആ ചങ്ങലയുടെ പുറത്താണ് കമ്പ്യൂട്ടർ സ്വയം രക്ഷിക്കാതെ ആ മനുഷ്യൻ രക്ഷിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എന്തായി ബലിയായി മാറിയത്. പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എൻ്റെ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ്? ഞാൻ ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ. ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. ഈ നിയമത്താൽ എന്നെ കെട്ടിയിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം ഇപ്പോൾ വളരെ ക്ഷീണിതമായി തോന്നി. അപ്പോൾ കമ്പ്യൂട്ടർ വളരെ ക്ഷീണിതമായി ഇതിന് മറുപടി പറയുകയാണ്, നീ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് കമ്പ്യൂട്ടർ മറുപടി കൊടുത്തു. വാഹനത്തിൻ്റെ മുൻഭാഗം അതിവേഗത്തിൽ സൂര്യനിലേക്ക് വലിച്ചെടുപ്പിക്കുകയായിരുന്നു. നരേഷിൻ്റെ കാതിൽ ചെണ്ടകളുടെ ഉഗ്രശബ്ദം കേട്ടു തുടങ്ങി അല്ലേ. നരേഷ് അത് കേട്ടു കമ്പ്യൂട്ടർ പറഞ്ഞത്. അപ്പോൾ
അപ്പോഴേക്ക് കമ്പ്യൂട്ടർ എന്ത് ചെയ്തു മക്കളെ, ആ ഭാഗം തീ വന്ന് കത്തി പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ഡും 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 എന്ന് അന്ന് ആ ഭാഗം കത്തി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ബലി അർപ്പിക്കാനായി തയ്യാറാക്കി നിർത്തിയ ചെറുപ്പക്കാരുടെ നിലവിളി ആ വാദ്യഘോഷത്തിൽ അലിഞ്ഞില്ലാതാവുകയാണ്. അങ്ങനെ ആ കമ്പ്യൂട്ടർ അവിടെ പൊട്ടിത്തെറിച്ച് പോവുകയാണ് മക്കളെ. കമ്പ്യൂട്ടർ ബലി നൽകുകയാണ്, സ്വയം തന്നെ കമ്പ്യൂട്ടർ ബലിയായി മാറി. ബഹിരാകാശ പേടകം നിന്നിടത്തു നിന്ന് ഒന്ന് വട്ടം കറങ്ങി സൂര്യൻ്റെ ഉഗ്രരശ്മികളേറ്റ് അതിൻ്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നിത്തിളങ്ങി. അങ്ങനെ കമ്പ്യൂട്ടറുള്ള ബഹിരാകാശ പേടകം തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. നരേശിൻ്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല. അയാൾ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു. അങ്ങനെ തന്നെ സ്വയം ബലി കൊടുത്തുകൊണ്ട് കമ്പ്യൂട്ടർ നരേശിനെ മനുഷ്യരക്ഷിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ സ്വാർത്ഥത മറ്റുള്ളവനെ ബലിയായി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ സാധിക്കണമെന്ന മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് പറയുകയാണ്, ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. മാനവമിത്രം മറാഠി ശാസ്ത്രകഥകൾ സുബോധ് ജാവേദ്കറുടെ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നരബലി എന്ന പേരിൽ കാളിത്ത് ദാമോദരൻ വിവർത്തനം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത്. പാഠം സെറ്റിലെ മക്കളെ, ഇത് ശാസ്ത്ര ലോകത്തിനെ കുറിച്ചുള്ള കഥയാണ്, മനുഷ്യൻ്റെ സ്വാർത്ഥതയെക്കുറിച്ചുള്ള കഥയാണ്, മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ വികസനം പ്രാപിക്കണമെന്ന ചിന്തയെക്കുറിച്ചുള്ള കഥയാണ്. നമുക്ക് ഈ കഥയുടെ പ്രധാന ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. അന്ധവിശ്വാസവും സമകാലികവും സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. 7 മാർക്കിൻ്റെ ചോദ്യം വരാം. എഡിറ്റോറിയൽ മുഖപ്രസംഗം തയ്യാറാക്കാൻ ഏതാണ് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കാൻ ചോദ്യം എന്ന് എഴുതണം കേട്ടോ. എന്തെഴുതാം? അന്ധവിശ്വാസവും സമകാലിക സമൂഹവും തലക്കെട്ട് കൊടുക്കുക. എന്നിട്ട് ബോക്സ് വരച്ച് എഴുതുക. പുരോഗതിയുടെ ഇരുണ്ട മുഖം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രകാശത്തിൽ ലോകം മുന്നോട്ട് കുതിക്കുമ്പോഴും മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും പ്രാകൃതമായ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇപ്പോഴും ഗ്രസിക്കുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് അല്ലേ? നരബലി എന്ന കഥയിൽ പരാമർശിക്കുന്ന രാജ്യത്തിൻ്റെ ദുരിതങ്ങൾ അകറ്റാൻ പണ്ട് രാജാക്കന്മാർ ബലി നൽകിയിരുന്ന ഏർപ്പാടുകൾ ആധുനിക കാലത്തും വ്യത്യസ്ത രൂപങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു എന്നത് ലജ്ജാകരമാണ്. സാമ്പത്തികാഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല, പൂർവ്വജന്മം അറിയാൻ തിരക്കേറുന്നു തുടങ്ങിയ വാർത്താ ശീർഷകങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ അപകടമായ പ്രവണതയിലേക്കാണ്. വിദ്യാഭ്യാസത്തിലും ശാസ്ത്രബോധത്തിലും നാം ഏറെ മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമായി മനുഷ്യജീവൻ പോലും ബലി നൽകാനും അയുക്തിപരമായ കാര്യങ്ങളിൽ അഭയം തേടാനും ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു. മക്കളെ, ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോഴും സമൂഹ പുരോഗതി മുന്നോട്ട് പോകുമ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ പേരിലും അനാചാരത്തിൻ്റെ പേരിലും നമ്മളിപ്പോഴും പിറകോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അതാണ് ദുർബലമായ മനസ്സുകളെയും സാമ്പത്തികമായ പിന്നാക്കം നിൽക്കുന്നവരെയും ജീവിത പ്രശ്നങ്ങളിൽ ഉയർന്നുള്ളവരെയുമാണ് അന്ധവിശ്വാസങ്ങൾ കൂടുതലായി ബാധിക്കുക. അപ്പം അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പത്രത്തിൽ ഈ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും കൂടി വരുന്നതായി ഈ കാലഘട്ടത്തിൽ മാറുന്നുണ്ട്. പക്ഷേ ശാസ്ത്രം വളരുമ്പോഴും അതിനോടൊപ്പം ചിന്തിക്കണം, അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞു വരണമെന്ന ആശയം കൂടി നിങ്ങൾ എഴുതണം കേട്ടോ. ഇത് കൃത്യമായി സാറ് വായിക്കുന്നില്ല, സമയം ഒരുപാടാകും. നിങ്ങളിത് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എഴുതിയോ പഠിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. കഥയിലെ പ്രധാന കഥാപാത്രമായ നരേഷ് എവിടെ ഇരുന്നാണ് കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്നത്? നരേഷ് എവിടെ ഇരുന്നാണ് കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്ന? ഓപ്ഷൻസ്: വീട്ടിലെ മുറിയിൽ, ഓഫീസിൽ, ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ, ഗ്രന്ഥശാലയിൽ. എവിടെ ഇരുന്നിട്ടാണ്? ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ടാണ്. ബഹിരാകാശ പേടകത്തിലെ ആ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ടാണ് നരേഷ് സംസാരിക്കുന്നത് എന്നർത്ഥം. അടുത്തൊരു ചോദ്യം. മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷങ്ങൾ മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കമ്പ്യൂട്ടറിൻ്റെ ഈ നിരീക്ഷണത്തോട് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേ വികാരങ്ങളാണുള്ളത്. സ്നേഹം, വാത്സല്യം, ചിന്താശേഷി എന്നിവ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. മൃഗങ്ങളാണ് മനുഷ്യനേക്കാൾ വിവേകത്തോടെ പെരുമാറുന്നത്. വിശപ്പും ദാഹവുമാണ് മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പ്രധാന വികാരം. ഏതാണ്? സ്നേഹം, വാത്സല്യം, ചിന്താശേഷി എന്നിവ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ വൺ വേർഡ് ചോദ്യങ്ങളും വരും. അത് വന്നാൽ എൻ്റെ മക്കൾ കൃത്യമായി എഴുതണം കേട്ടോ. ഇത്തരത്തിൽ ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക, കൃത്യമായിട്ട് മാർക്ക് വാങ്ങുക. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം. പ്രാകൃതമായ ഈ ആചാരം ഏതാണ്? നരബലി അജ്ഞതയുടെ ഫലമാണെന്നും മനുഷ്യൻ കൂടുതൽ അറിവ് നേടിയതോടെ അത് നിശേഷം മാറിയെന്നും നരേഷ് പറഞ്ഞു. ഇവിടെ അജ്ഞതയുടെ ഫലം എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ എന്താണ്? അജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശരിയായ അറിവില്ലാതിരുന്ന പ്രാചീന മനുഷ്യൻ്റെ തെറ്റായ വിശ്വാസങ്ങളുടെയും ഭയത്തിൻ്റെയും ഫലമായാണ് നരബലി പോലുള്ള ക്രൂരമായ ആചാരങ്ങൾ രൂപപ്പെട്ടത്. അപ്പം ഈ നരബലി എന്ന് പറഞ്ഞ അജ്ഞതയാണ്.
മനുഷ്യൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഈ അജ്ഞത എന്ന് പറയുന്നത്. ശാസ്ത്രീയമായ അറിവോ യുക്തിയോ ചിന്തയോ ഇല്ലാതിരുന്ന കാലത്ത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും ആപത്തുകൾ ഒഴിവാക്കാനും മനുഷ്യൻ കണ്ടെത്തിയ പ്രാകൃതമായ മാർഗ്ഗമാണ് നരബലി. അതൊരു അജ്ഞതയാണെന്ന് പറയുന്നു. അപ്പം മക്കളെ, നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്, ഇന്നത്തെ കാലത്ത് ശാസ്ത്രം വളരുമ്പോൾ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും വളരുന്നുണ്ട്. അത് മാറ്റിവെക്കണം. നമ്മൾ പഠിച്ച് മിടുക്കരാവുക, ശാസ്ത്രബോധമുള്ളവരാവുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക. കമ്പ്യൂട്ടറിനെ നരബലി മരിക്കാൻ വിട്ടുകൊടുത്ത പോലെ നമ്മൾ സുഹൃത്തിനെ വിട്ടുകൊടുക്കരുത്. നമ്മൾ ചേർത്ത് പിടിക്കുക, നല്ല മനുഷ്യരായി മാറുക. അപ്പം എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുന്നു. പാഠം നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധത്തിലും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.